എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു കമന്റ് ഉണ്ട്. സ്റ്റീവേ ഇത് ഉണക്കായ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഈ ദുനിയാ വിജയ് ആരാണെന്ന് അറിയാത്തവർക്ക് വേണ്ടി കുറച്ച് ഇൻഫർമേഷൻ തരാം. അതായത് ചുമ്മാ തെണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റായ അണ്ണനെ വെച്ച് ഒരു ഡയറക്ടർ ദുനിയ എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. ആ പടത്തിലെ അണ്ണൻ്റെ ഈ അഭിനയത്തിന് കർണാടക സർക്കാർ മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡും കൊടുത്തു. വാവ്! അങ്ങനെ വിജയ് കുമാർ ആയിരുന്നു അണ്ണൻ ദുനിയാ വിജയ്. എൻ്റെ ഒരു സംശയം, ഈ ദുനിയ എന്ന് പറഞ്ഞാൽ ഉലകം, പിന്നെ വിജയിക്കുന്നവനാണല്ലോ നായകൻ. അപ്പോൾ ഉലകത്തെ വിജയിച്ചവനെന്ന് പറയുമ്പോൾ എന്തായാലും കമൽ സാർ ഇനി അദ്ദേഹത്തെ ഉലകനായകൻ എന്ന് വിളിക്കണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് വി ഹാവ് എ ന്യൂ ഉലകനായകൻ. അത്രയ്ക്ക് വേണോ സഖാവേ? വേണം. ആദ്യം അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും, പക്ഷേ പോകാതെ ശരിയാവും. അങ്ങനെ നമ്മുടെ ഉലകനായകനെ വെച്ച് ആൾക്കാർ പടം എടുത്ത് അണ്ണനെ ഫീൽഡ് ഔട്ടിൻ്റെ വക്കത്തെത്തിച്ച്. അങ്ങനെ ഇരുന്നപ്പോൾ അണ്ണനൊരു തീരുമാനമെടുത്തു. ഞാൻ പണം മുടക്കി, ഞാൻ സംവിധാനം ചെയ്ത്, ഞാൻ അഭിനയിച്ച് പടം ഇറക്കാനും എനിക്കറിയാം. അങ്ങനെ അണ്ണൻ 2 പടം എടുത്തു. ആ പടമൊക്കെ ഓഡിയോ ഇല്ല എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ആ പടങ്ങളിലൂടെ അണ്ണന് തന്നെ ഒരു ടൈറ്റിൽ കാർഡ് കൊടുത്തു. സാൻഡൽവുഡ് സലഗ, അതായത് കന്നഡ ഒറ്റയാൻ. അല്ല, ഈ ഒറ്റയാനെന്നൊക്കെ പറഞ്ഞത് ഇപ്പോൾ ലാലേട്ടനോട് ചോദിക്കാതെ ലാലേട്ടാ അത് നീ എൻ്റെ വല്ല വാങ്ങിക്കും. നമുക്കെന്തിനാ ഒറ്റയാനൊക്കെ, നമുക്ക് ഉലകനായകൻ മതി, സെറ്റ്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഉലകനായകൻ ലോകത്താകെ ഒരാളുടെ ഇടികൊണ്ട് മാത്രമേ ചോര ഛർദ്ദിച്ചിട്ടുള്ളൂ. എത്ര വലിയ ഉലകത്തിൻ്റെ നായകനാണെന്ന് പറഞ്ഞാലും ഗോഡ് ഓഫ് മാസസ് വന്നാൽ കുനിഞ്ഞ് നിന്ന് താനേ ആകണം. ഒരിക്കലും ഫയർ കെടാത്ത വൺ ആൻഡ് ഓൺലി ഹീറോ. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു നമ്മുടെ ഉലകനായകൻ്റെ പണ്ടത്തെ അവസ്ഥ. അങ്ങനെ പൊക്കിയടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിലും അങ്ങനെ താത്തിക്കെട്ടാനായിട്ട് നമ്മളായിട്ട് കഷ്ടപ്പെട്ട പടങ്ങൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം അങ്ങനെ ഫിലിമോഗ്രഫിയിൽ അത്രയും പടങ്ങളുണ്ട്. അങ്ങനെ ചുമ്മാ അറിയാതെ കൈ തട്ടിയപ്പോൾ ഗൂഗിൾ കാണിച്ചെന്ന പടമാണിത്, ജരാസന്ധ. അപ്പോൾ പടം തുടങ്ങി ആദ്യത്തെ 10 മിനിറ്റ് ഉലകനായകൻ്റെ ഇൻട്രോ ആണ്. ഉലകനായകനായതുകൊണ്ട് ഒരു എർത്ത് ഷാറ്ററിങ് ഇൻട്രോ ആയിരിക്കും നമ്മൾ വിചാരിക്കുമ്പോൾ അണ്ണൻ നമുക്കൊരു ബ്രസ്റ്റ് ഷേക്കിംഗ് ഇൻട്രോ തരും. ആദ്യത്തെ സീൻ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇന്നായി. എന്നെ ആ ഒരു സീക്വൻസിൽ എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എങ്ങനെ കാണാൻ സാധിച്ചു എന്നുള്ളത് അതിൽ ഞാൻ പോലും അത്ഭുതപ്പെട്ടു പോയി എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു പെൽവ് ഷേക്കിംഗ് ഇൻട്രോ, പിന്നെ ഒരു ഹെഡ് ഷേക്കിംഗ് ഇൻട്രോ. എന്തായാലും നായിക വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അതുവരെ. അപ്പോൾ അണ്ണൻ്റെ ഈ സുന്ദരമായ പാട്ട് ഉറങ്ങി കിടക്കുന്ന അണ്ണൻ കണ്ട ഒരു സ്വപ്നമാണ്. സ്വപ്നത്തിലൊരു പെണ്ണ് വന്നപ്പോഴേക്കും അണ്ണൻ അങ്ങ് പൊങ്ങി. ആദ്യം ഒന്ന് പതറിയെങ്കിലും അങ്ങനെ പെണ്ണിനെ ഒന്നും മോഹിക്കാൻ പാടില്ലെന്ന് അണ്ണന് മനസ്സിലായി. അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ ഹനുമാൻ കോവിലിൽ പോയി ഹനുമാൻ ചരട് കെട്ടണമെന്ന് അണ്ണൻ അങ്ങ് തീരുമാനിക്കും. അപ്പോൾ ഹനുമാൻ ഭക്തനായ നമ്മുടെ ഈ ഉലകനായകൻ ആക്ച്വലി മേക്കപ്പ് ഇട്ട് ജിമ്മിൽ പോകുന്ന ഒരു ജിം ഇൻസ്ട്രക്ടറാണ്. അവിടുത്തെ പെണ്ണുങ്ങൾക്കൊക്കെ അണ്ണനെ പറ്റി എന്താ അഭിപ്രായം? எங்க கோச் எவ்வளோ டீசன்ட்னு எனக்கு தெரியும். അതെ എങ്ങൾക്കും தெரியும். അപ്പോൾ ഉലകനായകൻ ആൾ സ്വപ്നത്തിൽ കോഴിയാണെങ്കിലും ഇങ്ങനെ അമ്മച്ചി റിയൽ ലൈഫിൽ കോഴി പിടുത്തത്തിൽ എക്സ്പേർട്ടാണ്. നമ്മളൊക്കെ വീട്ടിൽ ചിക്കൻ വെക്കാനായിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് പറയും ചേട്ടാ 2 കിലോ കോഴിയെന്ന്. പക്ഷേ ഉലകനായകൻ്റെ അമ്മച്ചി അങ്ങനെയല്ല. അവർക്ക് കോഴിയെ ഓട്ടിച്ചിട്ട് പിടിച്ച് കറി വെച്ചാലേ സമാധാനമാവും. പക്ഷെ ആ ഓട്ടത്തിനിടയിൽ അയ്യോ ചാവാതെ രക്ഷപ്പെട്ടിട്ടും കോഴി രക്ഷപ്പെട്ടിട്ടും എന്നുള്ള കാര്യത്തിൽ അമ്മച്ചി ഉറച്ചു നിന്നു. അവർ പറയും, മോനെ ഉലകനായക പോയി ആ കോഴിയെ പിടിച്ചോണ്ട് വാടാ. പിന്നെ പറയണം. പക്ഷെ ഇങ്ങനെ കോഴിത്തരം കാണിച്ച കോഴിയെ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന അണ്ണൻ്റെ ആത്യന്തികമായ ലക്ഷ്യം മിസ്റ്റർ വേൾഡ് ആവുക എന്നുള്ളതാണ്. ഏത് മിസ്റ്റർ കർണാടകയല്ല, മിസ്റ്റർ ഇന്ത്യ അല്ല, മിസ്റ്റർ ഏഷ്യ അല്ല, മിസ്റ്റർ വേൾഡ്. അതിനാകെ ഒരു ഒറ്റ പ്രശ്നമുള്ളതെന്നാണ് അണ്ണൻ പറയുന്നത്. ബാക്കിയൊക്കെ സെറ്റാണ്. ആ ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് വിഷമമാവും. അപ്പോൾ അമ്മയ്ക്കൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ അണ്ണന് നല്ല സുഖമായിട്ട് 2 വർഷം അമേരിക്കയിൽ പോയി കപ്പടിച്ച് തിരിച്ചു വരായിരുന്നു. ഈ അണ്ണനൊരു കൂട്ടെന്നൊക്കെ പറയുമ്പോൾ കണ്ട ആ പോപ്പൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? മിനിമം ഒരു ഉലക നായികയെങ്കിലും വേണ്ടേ? എന്ന് പറഞ്ഞാൽ ഹനുമാനായ അണ്ണനെ സൂപ്പർമാനായിട്ട് കാണുന്ന ഒരു പെണ്ണിനെയൊക്കെ കിട്ടണം. അതൊക്കെ എങ്ങനെ നടക്കാനാ? നടന്നാ പോരടാ, നല്ല സ്മാർട്ടായിട്ട് ഓടണം കാര്യങ്ങള്. അതാണ് ഒരു പെങ്കൊച്ചിനെ 12 പേര് പുറകെ ഓടിയിട്ട് പിടിക്കാൻ പറ്റില്ല എന്നുള്ളതൊക്കെ പോട്ടെ. ആ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും ഒരുത്തനെങ്കിലും അത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കി. നമുക്ക് എതുക്ക് സാർ വമ്പ്? നമ്മ ഇരിക്കണം തിരിയാമ ഇരുന്നിട്ട് പോണം. ഇരിക്കണം തിരിയാമ എന്തിനാണോ ഇരിക്കുന്നത്? എഴുന്നേറ്റ് വീട്ടിൽ പോയിരിക്കണോ? എന്തായാലും വെള്ള പൂച്ച ഭിത്തിയാണെന്ന് എഴുതി ചേച്ചി കയറി പിടിച്ചത് അണ്ണൻ്റെ വെള്ള ഷർട്ടിലായിരുന്നു. അണ്ണനെ പോലെ കരുത്തില്ലാത്ത തുണിയായതുകൊണ്ട് ആ തുണി മൊത്തത്തിൽ പറഞ്ഞു വരും, ചേച്ചി താഴെ വീഴും. പക്ഷെ അണ്ണൻ അങ്ങനെ നിൽക്കും. ഹനുമാൻ ഒന്നുകൂടിട്ട് ഹനുമാൻ ഹനുമാൻ ഐ എം ദർശൻ. എന്തായാലും അണ്ണൻ ഹനുമാൻ ആയതുകൊണ്ട് അണ്ണൻ ഇതിലൊന്നും താല്പര്യമില്ല. പക്ഷേ ചേച്ചി കാല് പിടിച്ച് അപേക്ഷിക്കുമ്പോഴത്തേക്കും അണ്ണൻ ഫൈറ്റിന് റെഡിയാവും. നടക്കുമ്പോൾ പൊടി തെറിക്കുന്നതൊക്കെ പഴയ ടെക്നിക്ക്. പൊടി തുപ്പുന്ന ഷൂ ഇട്ടുകൊണ്ട് നടക്കലാണ് പുതിയ ഐഡിയ. ഇതിനു മുമ്പ് ഇതേപോലെ പൊടി പറത്തൽ ഫോർ നോ അപ്പാരന്റ് റീസൺ കണ്ടിട്ടുള്ളത് അപ്പോൾ ഉലകനായകൻ പൊടി പറത്തി 2 അടി മുന്നോട്ട് ചെന്നിട്ട് പതിയെ കൈ ചുരട്ടും.
അണ്ണ അടിയൊക്കെ ശരി, പക്ഷേ എവള് നമുക്ക് വേണ്ട. എവളുടെ നോട്ട ശരിയല്ല. അണ്ണൻ ആ കൈ മടക്കി പോസിനിട്ടൊരു താങ്ങ്. നമുക്കൊക്കെ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ തന്നെ മടിയാണ്. അപ്പോഴാണ് നട്ടുച്ച വെയിലത്ത് അണ്ണൻ്റെ ഒരു തീപ്പൊരി ഭാഗത്ത്. പോസ്റ്റ് അടിക്കാൻ ഒരു കൈ മതിയല്ലോ, അപ്പോൾ മറ്റേ കൈ എനിക്കെന്നും പറഞ്ഞ് ചേച്ചി മറ്റേ കൈ പിടിക്കും. ഈ ചേച്ചിക്ക് ഒരു വിവരമില്ല. ഹനുമാൻ്റെ കയ്യിലാണോ വാലിലല്ലേ കയറി പിടിക്കേണ്ടത്? എന്തായാലും അണ്ണൻ്റെ ഫയർ ബാത്ത് കണ്ടിട്ട് പേടിക്കാത്തവരെ അണ്ണൻ വാൾ വെച്ച് പേടിപ്പിക്കും. പക്ഷെ നിങ്ങൾ ഈ സംഭവം നടക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചോ? അവിടെ ഉള്ളവന്മാരുടെ മെയിൻ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന മുള പൊക്കിയെടുത്ത് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അപ്പുറത്ത് വെച്ചിരിക്കുന്ന മുള പൊക്കിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. അവന്മാരെ ഒന്നും സ്പർശിക്കുന്നേയില്ല. എന്തായാലും തല്ല് കഴിഞ്ഞ് വില്ലനെ തുണിയില്ലാതെ ഓട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്തായാലും അയാൾ തുണിയില്ലാതാണ് ഓടുന്നതെങ്കിൽ അത് വെറുതെ കളയണ്ടെന്ന് പറഞ്ഞ് സ്വയം എടുത്തിടുന്ന എത്ര നായകന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഉലക നായകനിടും. ഇത് കഴിഞ്ഞ് ചേച്ചി ഉലകനായകൻ്റെ കൂടെ കയറി ഒട്ടാൻ നോക്കും. പക്ഷേ ഉലകനായകൻ അടുപ്പിക്കുന്നില്ല. അപ്പോൾ ചേച്ചി പറയും എൻ്റെ മാനം രക്ഷിച്ചതിന് നന്ദിയെന്ന്. അപ്പോൾ ഉലകനായകൻ ഒരു നായകനാണെന്നുള്ള ജാട പോലും ഇല്ലാതെ പറയുകയാണ്, ഞാൻ അടിയുണ്ടാക്കിയത് എൻ്റെ നാണം മറയ്ക്കാനായിട്ട് ആ ഷർട്ട് മേടിക്കാനാണെന്ന്. ഇത് ഈ സിനിമയിലെ ഒരു തമാശ സീനാണ്. കാണുന്നവർ ചിരിക്കണം എന്നാണ് ഇതിൻ്റെ ഒരു ഇതിന് ശേഷം ഒരു പാട്ട്. പക്ഷെ പാട്ടിന് മുമ്പ് ഒരു കോളുണ്ട്. ആരും ആ നമ്പറിലോട്ടൊന്നും വിളിച്ച് നോക്കണ്ട, അങ്ങനെ ആരുമില്ല. പക്ഷെ പാട്ടിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പ്യുവർ എറോട്ടിക് സ്റ്റഫ്. ഞാൻ വീട്ടിൽ പോവാ, ഭയങ്കര തലവേദന. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുമ്പോൾ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് മറ്റൊരു വിസ്ഫോടനം നടക്കുകയായിരുന്നു. അതായത് ഒരു 3 പേര് ഒരു റൂമിലിരുന്ന് ചീട്ട് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അവിടുത്തെ TV വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത് റിപ്പയർ ചെയ്യാനായിട്ട് ഒരാളെ വിളിച്ചു പറയും. പക്ഷേ വിളിച്ചു പറഞ്ഞ് 30 സെക്കൻഡിനകം ഒരാൾ റിപ്പയർ ചെയ്യാനായിട്ട് വന്നു. നമ്മളൊക്കെ ആണെങ്കിൽ ഇതിൽ തന്നെ അലേർട്ടാവും. പക്ഷേ ഇവൻ പൊട്ടൻ. ഈ റിപ്പയർ ചെയ്യാൻ വന്നവൻ പറയാ പ്രശ്നം ടിവിയുടെ അല്ല സെറ്റപ്പ് ബോക്സിൻ്റെ ആണ്. അതായത് TV ഓൺ ആവാത്തതിനാണ് ഇവനെ വിളിച്ചത്. ഇവൻ പറയുക ടിവിയുടെ അല്ല സെറ്റപ്പ് ബോക്സിൻ്റെ പ്രശ്നമാണ്. ഇതൊക്കെ പോട്ടെ, ഇവൻ പുതിയൊരു ബോക്സും വെച്ചൊരു റിമോട്ടും കൊടുത്തിട്ട് ഇവൻ്റെ അടുത്ത് പറയുകയാണ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓൺ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഇവൻ ചോദിക്കുക എന്തിനാ 2 മിനിറ്റ് എന്ന്. അപ്പോൾ ഇവൻ പറയാം മുകളിൽ ചെന്നൊരു വയർ കണക്ട് ചെയ്യാനുണ്ടെന്ന്. ഏത് വയർ? പക്ഷേ ഈ പൊട്ടനെ നോക്കി ശാന്തി മുഹൂർത്തത്തിന് സമയം കുറിച്ച് തന്നത് നോക്കുന്ന പോലെ അവൻ കറക്റ്റ് വാച്ചിൽ നോക്കി 2 മിനിറ്റ് ആയപ്പോൾ റിമോട്ടിൽ ഞെക്കി ടിം. അപ്പോൾ ഈ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ സെഡ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ആണ്. ഇവർക്ക് ആക്ച്വലി ബംഗളൂരു സിറ്റി ഭരിക്കുന്ന ദുബായിലുള്ള ഡോണിനേക്കാൾ വലിയ ഡോൺ ആണെന്ന് നാട്ടുകാരെ അറിയിക്കണം. പക്ഷേ ആ ഡോൺ ഇപ്പോൾ ദുബായിലാണ്. അങ്ങേരെ അവിടെ ഇരുന്ന് മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള VR ഗ്ലാസ് വഴി ഈ ന്യൂസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ക്രിയേറ്റീവ് ചോയ്സുകളുടെ കലവറയാണ്. അതായത് അണ്ണൻ ഹനുമാനാണെന്ന് കാണിക്കാനായിട്ട് ഒരു മാല കൊടുത്ത പോലെ ഈ വില്ലൻ ഹിറ്റ്മാൻ ആണെന്ന് കാണിക്കാനായിട്ട് അവരൊരു ക്രിയേറ്റീവ് ചോയ്സ് എടുക്കും. ആ ക്രിയേറ്റീവ് ചോയ്സ് ആണ് കവയ്ക്കിടയിൽ ക്യാമറ. പക്ഷേ ഈ ഡോൺ ഉള്ള ദുബായ് നമ്മളൊന്നും കണ്ടിട്ടുള്ള ദുബായ് അല്ല. അവിടെ മിനിറ്റിന് വെച്ച് ഹെലികോപ്റ്റർ സർവീസ് ഉണ്ട്, ഒരുമാതിരി ഷെയർ ഓട്ടോ പോലെ. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മിനിറ്റിന് വാല പിടിച്ച് പോകുന്നത് കൊണ്ട് ചില ഹെലികോപ്റ്ററൊക്കെ ചില മുനമ്പിലൊക്കെ ചെന്ന് ഉടക്കി നിൽക്കും. പക്ഷേ ഇതിനിടയ്ക്ക് ഹനുമാനായിട്ട് പ്രേമിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ചേട്ടൻ ചേച്ചിയെ ഒഴിവാക്കിയെങ്കിലും ചേച്ചി വിട്ടില്ല. അങ്ങനെ അണ്ണനെ തപ്പി ഇറങ്ങിയപ്പോഴാണ് കോഴി പിടിക്കാൻ ഇറങ്ങിയ അണ്ണൻ്റെ അമ്മച്ചിയെ കാണുന്നത്. അവർ സ്ഥിരം പോലെ ഏങ്ങി വലിച്ചൊരു സ്ഥലത്ത് ഇരുന്നപ്പോഴത്തേക്കും ചേച്ചി താണ്ട റേബാനും വെച്ച് പാട്ടും പാടി ഒറ്റ കൈ കൊണ്ട് കോഴിയെ പിടിച്ചു. അത് കണ്ടപ്പോൾ തന്നെ അമ്മച്ചി ഉറപ്പിച്ചു, ഇവൾ തന്നെ എൻ്റെ മരുമകൾ, ഉലക നായകി. പിന്നെ അമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് പിന്നെ ഉലക നായകൻ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അമ്മച്ചിയുടെ നിർബന്ധപ്രകാരം ഇവളുടെ കൂടെ പല വേഷം കെട്ടലുകൾക്ക് അണ്ണന് നിന്നു കൊടുക്കേണ്ടി വരുന്നു. പാവാണ്. ഇതിനിടയ്ക്ക് ഐസക് ഗ്യാങ് വീണ്ടും ഡോണിൻ്റെ ആൾക്കാരെ തട്ടും. പാവൻ ഡോൺ രാവിലെ എഴുന്നേറ്റ് കോട്ട് സൂട്ട് വിട്ടിരുന്ന് വെള്ളമടി തുടങ്ങും. അതിൻ്റെ ഇടയ്ക്കാണ് ഓരോ നൂലാമാലകൾ. ഇതിനിടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട്. അതായത് ഡോൺ ഉള്ള ദുബായിൽ ഹെലികോപ്റ്റർ സർവീസ് ഉള്ള പോലെ തന്നെ മിനിറ്റിന് തമ്പാനൂർ കിഴക്കേക്കോട്ട ബസ് പോലെ ഫ്ലൈറ്റ് സർവീസും ഉണ്ട്. അങ്ങനെ ഡോണിന് നാളെ രാവിലെ എഴുന്നേറ്റിരുന്ന് വെള്ളം അടിച്ച് ചില്ല് ചെയ്യേണ്ടതുകൊണ്ട് പുള്ളി പ്രശ്നങ്ങളെപ്പറ്റി വിദഗ്ധമായി പഠിക്കാനും സാഹചര്യങ്ങളുടെ വ്യാപ്തിയെപ്പറ്റി വ്യക്തമായി ഗ്രഹിച്ചൊരു നിലവാര സൂചിക സമർപ്പിക്കാനുമായിട്ട് അങ്ങേരുടെ തമ്പിയെ നാട്ടിലോട്ട് വിടും. അപ്പോൾ ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇസഡ് ഗ്യാങ് എന്ന് പറയുന്നത് ഉലകനായകൻ്റെയാണ്. അപ്പോൾ ഈ നാട്ടിലെത്തിയ തമ്പി ആ ബോംബ് വെച്ച് തന്നെ പൊക്കിക്കൊണ്ടുവന്ന് വെച്ചൊരു വെള്ളപ്പൊക്കത്തിൻ്റെ സൈഡിൽ വെച്ച് തീർക്കാമെന്ന് തീരുമാനിക്കും. അതായത് കാട്ടിലോ മേട്ടിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉലകനായകൻ എവിടെയെങ്കിലും ചാടി വീണാലോ. പക്ഷേ ഈ ഭൂമിയിലെ ഒരു ചരാചരവും ഉലകനായകൻ അറിയാതെ അനങ്ങുന്നില്ല എന്ന് ഇവന്മാർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ വെള്ളപ്പൊക്കത്തിൻ്റെ സൈഡിൽ വെച്ച് ഇവനെ കാച്ചാൻ പോകുമ്പോഴത്തേക്കും ദാണ്ട ഉലകനായകൻ വെള്ളം തെറിപ്പിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് വരുന്നു. അവിടെ വെച്ച് ഉലകനായകൻ എല്ലാ എണ്ണത്തിനും അടിച്ച് ധ്വംസം പണി ഒരുത്തനെ കവച്ച് കീറി കൊല്ലുന്നത് നായിക നേരിട്ട് കാണുന്നു. ഇനിയിപ്പോൾ അറിയാലോ ഒരു കരളലിയിക്കുന്ന ഫ്ലാഷ് ബാക്ക്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ ചെറുപ്പം തൊട്ടേ സൈക്കോ ആയിരുന്നു. അണ്ണന് ആൾക്കാരെ കൊല്ലുന്നായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ അണ്ണൻ്റെ അമ്മച്ചിയെ നാട്ടുകാരെ എന്ന് മനസ്സിലാക്കിയ അണ്ണൻ നല്ലവനായിട്ട് അഭിനയിക്കും. അണ്ണൻ മാത്രമല്ല അണ്ണൻ്റെ ഫ്രണ്ട്സും ഇത് തന്നെ ആയിട്ട്. നമ്മളെപ്പോലെ തന്നെ കരളലിയിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് കേൾക്കാൻ നിന്ന് ചേച്ചിയുടെ കരൾ അവിഞ്ഞ് പണ്ടാരം തുടങ്ങി കാണും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. ഇതിൻ്റെ കൂടെ അണ്ണൻ്റെ ഒരു ഡയലോഗും കൂടെ, നിന്നെ ഞാൻ പിടിച്ചു വെക്കില്ല, പക്ഷെ അങ്ങനെ വെറുതെ വിടാനും പറ്റില്ല. നായിക വാസ് ലൈക്ക് തള്ളേ പെട്ട്
ഇതാണ് യമൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത്. വേണ്ടെന്ന് പറഞ്ഞല്ലടാ പന്നി. ഉലക നായകൻ അവിടുന്ന് വാണം വിട്ട പോലെ ഒരു പോക്ക്. ഏക്കും പോക്കും അറിയാതെ നാട്ടിൽ ചേച്ചി ഇനി എങ്ങനെ വീട്ടിലെത്തും. അപ്പൊ ഡോണിന്റെ തമ്പിയെ ഉലകനായകൻ തട്ടിയത് ഡോൺ അങ്ങ് ദുബായിലിരുന്ന് അറിഞ്ഞു. ഇതറിഞ്ഞതും ഡോൺ അങ്ങ് ക്രേസി ആയി. ഒരുമാതിരി ക്രേസി സ്റ്റാറിനെ പോലെ വെള്ളം അടിച്ച് കുപ്പി എറിഞ്ഞ് പൊട്ടിച്ചിട്ട് വെടിവെക്കാൻ തുടങ്ങി. അങ്ങേര് വെടിവെക്കുന്നതിന് മുമ്പേ ഉണ്ട വരുന്നുണ്ടെങ്കിലും അതിനകത്തൊരു ഡയറക്ടർ ബ്രില്യൻസ് ഉണ്ട്. സൂക്ഷിച്ച് നോക്കിയാൽ അതിനകത്തൊരു സെഡ് കാണാം. സൂക്ഷിച്ചു നോക്കണം. പക്ഷെ ഇതിനിടയ്ക്ക് നടക്കുന്ന കാറ്റോസ്ട്രോഫി ഒന്നും അറിയാതെ അമ്മച്ചി വീണ്ടും ചേച്ചിയെ വീട്ടിലോട്ട് വിളിക്കും. ചേച്ചിയുടെ ഗതികോടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മോൻ തെണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കൊല്ലും, അല്ലെങ്കിൽ ഈ തള്ള സംസാരിച്ച് കൊല്ലും. ഈ സീൻ ഇവിടെ നടക്കുമ്പോൾ അണ്ണൻ മറ്റേ മെയിൻ ഡോണിന്റെ സഹകുണ്ടെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ചിക്കൻ പൊരിക്കുന്നതിന് മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് അവൻ പറയും ഉലകനായകൻ ഒരിക്കലും ഡോൺ ആവാൻ പറ്റില്ലെന്ന്. ആ സന്ദർഭത്തിൽ അണ്ണൻ്റെ ഒരു അപാര അഭിനയ മുഹൂർത്തമുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലായി അണ്ണൻ ഉലക നായകൻ തന്നെയെന്ന്. അങ്ങനെ പൊങ്കാലയുടെ സന്തോഷമുള്ള ചിപ്പിയെ പോലെ ഉലകനായകൻ ഇരിക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരും. അമ്മ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ്. എവളെന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് തട്ടിപ്പോയതാണോ എന്ന് അറിയാനായിട്ട് അണ്ണൻ ഇങ്ങനെ സംശയത്തിൽ നിൽക്കുമ്പോൾ അവൾ പറയും BP കൂടി അറിയാതെ കുഴഞ്ഞു വീണതാണെന്ന്. ജസ്റ്റ് മിസ്സാണെന്ന് മനസ്സിലാക്കി അണ്ണൻ ചേച്ചിയോട് പറയും വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചോ, എനിക്ക് പ്രശ്നമില്ലെന്ന്. പക്ഷേ ചേച്ചി, നീ എത്ര തെണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, ചത്താലും നിന്നെ വിട്ട് പോയില്ല. എനിക്ക് കരച്ചിൽ വരുന്നു. അങ്ങനെ ഇനിയും വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങേർക്ക് ബാംഗ്ലൂരിൽ പട്ടി വിലയായിരിക്കും എന്ന് മനസ്സിലാക്കിയ ഡോൺ VFX ദുബായിൽ നിന്ന് റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വരും. ഇങ്ങേര് വരുന്ന അറിഞ്ഞിട്ട് പോലീസ് കാത്തു നിൽക്കും. അങ്ങനെ ഇങ്ങേര് വണ്ടിയിൽ രക്ഷപ്പെടാൻ പോകുമ്പോഴത്തേക്കും പോലീസ് വണ്ടിയുടെ പുറകെ വെച്ച് പിടിച്ചിട്ട് വണ്ടിക്ക് വട്ടം വെച്ച് തോക്ക് കാണിക്കും. പക്ഷെ അതിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഡോൺ അല്ല, വേറെ 2 പേര്. ഈ സാധനം നമ്മൾ ഇതിനു മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആക്ച്വലി ഹി ഈസ് എ മലയാളി. ഒറിജിനൽ നെയിം ഈസ് ക്രിസ്റ്റി വർഗീസ് മാപ്പള. ഇതും സംഭവം അത് തന്നെ, പക്ഷെ ഒരു ചിന്ന ഡിഫറൻസ് ഉണ്ട്. ഇതിനകത്ത് ഡോൺ വേഷം മാറിയാണ് പോകുന്നത്. ഡോൺ ഇറങ്ങി വരുന്ന സമയത്ത് വണ്ടിക്കകത്തോട്ട് കയറിയിട്ട് അങ്ങേറെ പെട്ടി തുറക്കും. ഒരു ഇന്റർനാഷണൽ ഡോണിന്റെ പെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ കാണും. ഒരു റോസ് പൗഡർ, ഒരു ഫൗണ്ടേഷൻ, ഒരു ഫേസ് വാഷ്, ഒരു ലിപ് ഗ്ലോസ്, ഒരു മേക്കപ്പ് ബ്രഷ്, ഒരു ഹെയർ ബ്രഷ്. ആ കുപ്പി എന്തോന്നത് മുലപ്പാല. അപ്പൊ ഇതൊക്കെ വെച്ചൊരു ഉലകനായകൻ പട്ടം കിട്ടിയില്ലെങ്കിൽ മിനിമം ഒരു ചിയാൻ വിക്രമെങ്കിലും ആവുമായിരിക്കും അല്ലേ? ശരി, ഇത്രയും സാധനം വെച്ചിട്ട് ഈ 5 ഇഞ്ച് കൂടെയാണോടോ തൻ്റെ മേക്കപ്പ്? എന്തായാലും ഡോൺ ചെന്നൊരു ടാക്സിക്കാരനോട് പോകാമോ എന്ന് ചോദിക്കും. പക്ഷെ അവൻ പറയും ഡബിൾ റേറ്റ് തന്നാൽ പോകാമെന്ന്. ഡോൺ വണ്ടിക്കകത്ത് കയറി പൊക്കോണ്ടിരിക്കുമ്പോൾ ഏതോ ആളില്ലാ പറമ്പിലൂടെയാണ് വണ്ടി പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ പറയും എനിക്ക് 100 രൂപ കൂടുതൽ വേണമെന്ന്. അപ്പോൾ ഡോൺ പറയും ഡബിൾ തരാമെന്ന്. അപ്പം യവൻ പറയുകയാണേ എനിക്ക് അതിൻ്റെയും ഡബിൾ വേണമെന്ന്. അത് ഡോണിന് ഇഷ്ടപ്പെട്ടില്ല. ഡോൺ മൂത്രം ഒഴിക്കാനായിട്ട് വണ്ടി നിർത്താൻ പറയും. പാവം ഫ്രസ്ട്രേറ്റഡ് ആയി കാണും. അപ്പോൾ താണ്ട് ഈ കൊണ ഡ്രൈവർ ഇറങ്ങിയിട്ട് പറയാ ഇവിടെ ആരെ കൊന്നാലും ആരും അറിയില്ലെന്ന്. വില്ലൻ ചെയ്തുകൊണ്ടിരുന്ന പണി പാതിയിൽ നിർത്തിയിട്ട് ആ തോക്കെടുത്ത് അവനെ പിഷ്കൂ. ഡബിളിൻ്റെ ഡബിൾ വേണമല്ലടാ നിനക്ക്, ഇന്ന് പിടിച്ചോ. എന്തായാലും ഡോൺ വന്നത് പോണ വഴിക്ക് ആരെങ്കിലും തട്ടിയിട്ട് അത് അങ്ങേരാണ് കൊന്നതെന്ന് നാട്ടുകാരെ അറിയിക്കാനായിട്ടാണ്. പിന്നെ ഈ ആളില്ലാത്ത പറമ്പിൽ ആരെങ്കിലും കൊന്ന ആരും അറിഞ്ഞില്ലെങ്കിലോ. അതുകൊണ്ട് ഡോൺ തന്നെ ന്യൂസ് ചാനലിൽ ലൈവായിട്ട് കയറി വന്നിട്ടിരുന്ന് പറയും അതെ ഞാൻ തന്നെയാണ് കൊന്നത്, എനിക്ക് എന്റെ പോയ മാനം തിരിച്ചു വേണം. ഒരു ഡോണിനെ ബഹുമാനിക്കാൻ പഠിക്കണം തെണ്ടികളെ. എന്തൊരു ഗതികെട്ട ഡോണാടോ താൻ. ഈ പൊസിഷനാണോ ഉലകനായക അങ്ങേക്ക് വേണ്ടത്? ഇതിനിടയ്ക്ക് വില്ലൻ ഉലകനായകന്റെ ബോംബ് പിള്ളേരെ തട്ടും. പിള്ളേർ പോയ ദണ്ണത്തിൽ ഉലകനായകൻ കരയുമ്പോൾ നമ്മുടെ വില്ലൻ ഒരു ഹിറ്റ് നടത്തിയതിന്റെ സന്തോഷത്തിൽ വീണ്ടും കവയ്ക്കിടയിൽ ക്യാമറ വെച്ചുകൊണ്ടിരുന്ന് ചിരിക്കുന്നു. അപ്പോഴാണ് ഉലകനായകന്റെ ശിങ്കിടി നേരെ ദുബായിൽ ചെന്ന് വില്ലന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവരെ രക്ഷിക്കാനായിട്ട് ഡോൺ തിരിച്ച് ഇവിടുന്ന് ദുബായിലോട്ട് പോകാനിറങ്ങും. ഇങ്ങനെ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഡോണാണെന്ന് തോന്നുന്നു. എല്ലായിടത്തും നേരിട്ട് ചെന്ന് അറ്റൻഡൻസ് ഇട്ടാലേ കാര്യം നടക്കും. അപ്പോൾ ഇങ്ങനെ ദുബായിലോട്ട് പോകുന്ന വഴിക്ക് അങ്ങേരുടെ വണ്ടി പോലീസ് ചെക്കിങ്ങിനായിട്ട് തടഞ്ഞു നിർത്തും. 25 വർഷമായിട്ട് മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയിരുന്നിട്ടും TV-യിൽ ലൈവായിട്ട് വന്നിട്ട് ഒരു പട്ടിക്ക് പോലും ഇങ്ങനെ കണ്ടിട്ട് മനസ്സിലായില്ല. ഇത്രയും ഗതികെട്ട അവസ്ഥയൊന്നും ഒരു ഡോണിനും ഉണ്ടാക്കില്ലേ എൻ്റെ ടിങ്ക. അപ്പോൾ ഇത് കഴിഞ്ഞ് പോണ വഴിക്ക് വില്ലൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഉലകനായകൻ്റെ വണ്ടിയിൽ ലിഫ്റ്റ് ചോദിക്കും. ഏയ് എന്തിനാ ഈ വഴി പോകുന്നത്? എയർപോർട്ട് പുറകിലല്ലേ? നിന്റെ മരണം മുന്നിലുണ്ടോ ചെറ്റെ? അങ്ങനെ ഡോണിനെ കൊല്ലാനായിട്ട് ഒരു ഗാരേജിൽ കൊണ്ടുപോയിട്ട് വണ്ടി ഫ്ലിപ്പ് ചെയ്തിട്ട് ഒരു പോറൽ പോലും പറ്റാതെ അണ്ണൻ അതിൽ നിന്ന് ചാടും. ചക്രവർത്തിയുടെ ആരോ ആണെന്ന് തോന്നുന്നു.
എന്തായാലും ഇതിന് ശേഷം ഡോണും അങ്ങേറെ കുറയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത വെടിവെപ്പുകാരും കൂടി മാറി നിന്ന് വെടിവെക്കും. അങ്ങേരുടെ വായിൽ വരെ കയറി നിന്ന് വെടിവെക്കും. ഒരെണ്ണം കൊണ്ടിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഏക്കും പാകമായിട്ട് വെടിവെച്ചുകൊണ്ടിരുന്ന ഉണ്ട തീർന്നു കഴിഞ്ഞപ്പോൾ ഡോൺ കൊറിയക്കാർക്ക് ഉലകനായകനെ കൊല്ലാൻ 60 സെക്കൻഡ് കൊടുക്കും. അവരണ്ണനെ അടിച്ച് പതപ്പിക്കും. സാധാരണ ഇങ്ങനെ ചത്ത് കിടക്കുമ്പോൾ സിനിമയിലെ നായകന്മാർക്ക് അവർക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ലൈക്ക് അമ്മ, അച്ഛൻ അങ്ങനെയൊക്കെയാണല്ലോ ശബ്ദം കേൾക്കുന്നത്. അതിലൊന്നും ത്രില്ലില്ല. ഇതിനകത്ത് അണ്ണൻ്റെ തന്നെ ശബ്ദം കേൾക്കും. അണ്ണൻ എഴുന്നേറ്റ് കുറേക്കാരെ ചാമ്പിയിട്ട് വില്ലന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം നിർത്തിപ്പിക്കും. പക്ഷെ പടത്തിന്റെ ഒടുവിൽ അണ്ണന്റെ അമ്മയും കാമുകയും കൂടെ അണ്ണന്റെ മുന്നിൽ വെച്ച് തന്നെ വെടിവെച്ച് കൊല്ലും. ഇത് കണ്ട അണ്ണന് ഭ്രാന്താവും. അങ്ങനെ അണ്ണൻ ഭ്രാന്താശുപത്രിയിലും ആവും. പക്ഷേ ഒലക്കൊക്കെ അടിച്ചാലും ചെത്തി പൊളിയാലും ഉലകനായകൻ താണ്ട. നീ ഡോണിനെ കണ്ടിട്ടുണ്ടോടാ? കാണിച്ചു കൊടുക്കടാ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടില്ലേ? അതാണ് ഞങ്ങളുടെ ഡോൺ. ഒടുവിലൊരു തോട്ട് ഫോർ ദ ഡേ. Criminals are not made, they are born. എനിക്കൊന്നേ ചോദിക്കാനുള്ളൂ, മിസ്റ്റർ സ്റ്റീവ്, നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ ദുനിയ വിജയുടെ റോസ്റ്റ് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. എന്നാ പോയിക്കോ. നമ്മൾ ഈ കോപ്പിറൈറ്റ് ഒക്കെ ആയിട്ട് മല്ലടിച്ച് ജീവിക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് നമ്മുടെ ബാക്കപ്പ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഞാനും തുടരും. അപ്പോൾ ശരി. ஐயா முதல்ல உங்க ப்ராப்ளம் என்ன? നീ എത്ര തെണ്ടിയാണെങ്കിലും കുഴപ്പമില്ല, ചത്താലും നിന്നെ വിട്ട് പോയില്ല. ப்ராப்ளம் சால்வ்.